നമ്മൾ പൗരന്മാർക്ക് സുരക്ഷ നൽകേണ്ടത്, ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടത് തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറുമ്പോൾ തീർച്ചയായിട്ടും ആ സത്യപ്രതിജ്ഞാ വാചകത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സ്റ്റേറ്റിന് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിൽ കൈതമുക്ക് എന്ന സ്ഥലത്ത്, നഗരത്തോട് ഏതാണ്ട് വളരെ അടുത്തൊരു സ്ഥലമാണ്, അവിടെ ചിപ്സുകളും എണ്ണപ്പലഹാരങ്ങളും വിൽക്കുന്ന ഒരു ചെറിയ കട. ആ കടയിൽ അഗ്നിബാധയുണ്ടായി. അതിനുള്ളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. ആ അഗ്നിബാധയിൽ ഒരു വയോധികനായ വ്യക്തി അപ്പു ആചാരി എന്ന വ്യക്തിയാണ് മരിച്ചത്. കടയുടമ തന്നെയായിരുന്നു. അദ്ദേഹവും മകനും കൂടിയാണ് ഈ കട നടത്തിക്കൊണ്ടിരുന്നത്. ഭാഗ്യം കൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്കും തൊട്ടടുത്ത കടകളിലേക്കുമൊന്നും തീ പടർന്നില്ല. ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചില്ല. അതൊക്കെ വലിയ ഭാഗ്യമായി കരുതണം. കാരണം അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ചെറിയ പ്രദേശമാണ്, ആ പ്രദേശം മുഴുവൻ നിന്ന് കത്തുമായിരുന്നു എന്നാണ് പ്രദേശവാസികളും ആ പ്രദേശത്തെ അറിയുന്നവരും അടുത്തുള്ള കടക്കാരുമൊക്കെ പറയുന്നത്. ഇങ്ങനെ എത്രയെത്ര കടകൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ വളരെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ചെറിയ കടയ്ക്കുള്ളിൽ ഏതാണ്ട് 6-7 ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള വലിയ നീല നിറത്തിലുള്ള ഗ്യാസ് കുറ്റികൾ ഉണ്ടായിരുന്നു. ഈ 7 ഗ്യാസ് കുറ്റികൾ വെച്ച് കഴിഞ്ഞാൽ ആ കടയിലെ മറ്റ് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം എവിടെയാണ്? ഇങ്ങനെ തൊട്ടടുത്തടുത്ത് ധാരാളം കടകൾ, പല മേഖലകൾ, പ്രത്യേകിച്ചും നഗരമേഖലകൾ കേന്ദ്രീകരിച്ച് എല്ലാ ജില്ലകളിലുമുണ്ട്. പോയിട്ടുള്ളവർക്കറിയാം തീർച്ചയായിട്ടും ഇത്തരം തട്ടുകടകൾ, പെട്ടിക്കടകളൊക്കെ ഗ്യാസിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സുരക്ഷാ മാനദണ്ഡമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള അനുമതി ഇതിന് കൃത്യമായി കൊടുത്തിട്ടുണ്ടോ? പാവപ്പെട്ടവൻ, ചിലപ്പോൾ ഈ അപ്പു ആചാര്യയെ പോലെ പാവപ്പെട്ടവൻ, അയാൾ 30 വർഷമായിട്ട് അവിടെ കട നടത്തുന്നു. 30 വർഷം കൊണ്ടും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. 30 വർഷം മുൻപ് അന്ന് അടുപ്പോ അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗവോ ആയിരിക്കും. ഈ ഗ്യാസ് സിലിണ്ടറുകളും ഇത്തരം പെട്ടെന്ന് തീപിടിക്കുന്ന ഉപകരണങ്ങളും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കാതെ ഉപയോഗിക്കുന്ന അവസ്ഥ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രേക്ഷകർക്ക് അതിനകത്ത് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. 5-6 പെട്ടിക്കടകൾ ചേർന്നിരിക്കുന്നു. എല്ലാത്തിലും ഇത്തരം എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്നതും ചായക്കടകളും തട്ടുകടകളും മറ്റ് പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളും ഇനി ഭക്ഷണ പദാർത്ഥമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന കടകളുമൊക്കെയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറില്ലേ? തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ ഇതിനു മുൻപും ഇത്തരം അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആർക്കും മരണം സംഭവിച്ചില്ല അതുകൊണ്ടൊക്കെ. പിന്നെ ഈ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഗ്യാസ് സ്റ്റൗവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തീ പിടിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നോ ഒക്കെ തീ പടർന്നു പിടിച്ച് വലിയൊരു ബോംബായി അത് പൊട്ടിത്തെറിക്കാൻ അധിക നിമിഷമൊന്നും വേണ്ട. അതായത് ഒരു ടൈം ബോംബ് എന്ന് പറഞ്ഞ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബിംഗ് സംവിധാനമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ആലങ്കാരികമായി പറഞ്ഞതാണ്. അപകടകരമായ അന്തരീക്ഷത്തിൽ അവിടെ ജോലിയെടുക്കുന്ന ജീവനക്കാർ, കടയുടമ, വഴിയിൽ കൂടെ നടന്നു പോകുന്നവർ, തൊട്ടടുത്ത കടക്കാർ, ആ പ്രദേശവാസികൾ, അങ്ങനെ സർക്കാർ ഓഫീസുകൾ അടുത്തുണ്ട്. കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസുണ്ട്. കേന്ദ്ര പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു യൂണിറ്റ് കൈതമുക്കിലാണ്. അപ്പം അത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥ, അതായത് പോകുന്നിടത്തോളം പോട്ടെ എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റികളോ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? പരിശോധനകൾ നടത്തുന്നുണ്ടോ? വേണ്ട നിർദ്ദേശങ്ങൾ ഈ കടക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നതായിട്ട് അറിവില്ല. ഇനി കടലാസിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കടകൾക്ക് അനുമതി കൊടുക്കുമ്പോൾ. അപ്പോൾ വളരെ ഭീതിതമായൊരു അന്തരീക്ഷത്തിലാണ് പല മേഖലകളും സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ തീ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ ഒരു അപകട ഭീഷണിയിലാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ ഭീഷണിയിലാണ്. എന്തൊക്കെ വന്നാലും ഇത് ഇങ്ങനെ നമ്മൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുനിന്ന് പരിശോധന നടത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസ് കൊടുക്കും, നിങ്ങളുടെ ഇന്നത് മാറ്റാൻ പറയും, അല്ലെങ്കിൽ കടയുടെ മറ്റെന്തെങ്കിലും സംവിധാനം ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറയും. അതൊക്കെ അല്ലാതെ സ്ഥിരമായ ഇത്തരം ഫുഡ് സ്റ്റാളുകൾക്ക്, തീ ഉപയോഗിച്ച്, അഗ്നി ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾക്ക്, ഹോട്ടലുകൾക്ക് ഒക്കെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആളുണ്ടോ? എന്തുകൊണ്ട് നോക്കുന്നില്ല, അല്ലെങ്കിൽ പരിശോധിക്കുന്നില്ല? ഒരു വലിയ പൊട്ടിത്തെറിയോ വലിയൊരു അപകടമോ ഉണ്ടായാൽ, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറേ കടകൾ അവിടെയുണ്ട്. 7 ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 7 ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ തൊട്ടടുത്ത കടയുണ്ട്, അവിടുത്തെയും എല്ലാം കൂടി ഒരുമിച്ചങ്ങ് പൊട്ടിയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രദേശം തന്നെ കത്തിപ്പോയിനെ. ഒരു വലിയ അപകട ഭീതിയാണ് ഒഴിവായത്, അല്ലെങ്കിൽ വലിയൊരു അപകടമാണ് ഭാഗ്യം കൊണ്ട് ഒഴിവായത്. അതായത് ഇത്തരം മേഖലകളൊക്കെ തന്നെ വലിയ അപകട ഭീതിയിലാണ്. അപകടങ്ങൾ കാത്തിരിക്കുന്നത് പോലെയാണ്. ഒരു ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടാമെന്ന അവസ്ഥയിലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകളുണ്ട്. വേണ്ട നടപടികൾ കൃത്യമായി ഈ അഗ്നിരക്ഷാ സേനയും അവർ കൊടുക്കുന്ന ലൈസൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിലൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ടോ? ഫയർഫോഴ്സിൻ്റെ NOC ഉണ്ടോ? കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് എന്താണ് ഇതിൽ ഇടപെടുന്നത്, എന്താണ്
ഇവർക്ക് കൊടുക്കുന്ന സുരക്ഷ, അവിടുത്തെ ജീവനക്കാർക്കും പൊതുസമൂഹത്തിനും കൊടുക്കുന്ന സുരക്ഷ, ഇത്തരം അപകടകരമായ തീ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ്, അവർ അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത്തരം പ്രദേശങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്, പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അപ്പം എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ട പരിശോധനകൾക്ക് നിർദ്ദേശം നൽകേണ്ടത്. അതൊക്കെ ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും എവിടെയും ഒരു ടൈം ബോംബ് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.